ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സെൻസെക്സും നിഫ്റ്റിയും വീണ്ടും പുതിയൊരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ സെഷനിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റി ഒരു 61,243 616 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടൊരു ട്രെൻഡാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിക്കി 225 1.72% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഹാങ്സെങ് വിപണിയിലും 1%-ലധികം ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. കോസ്പി 1.25% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ജക്കാർത്ത കോമ്പോസൈറ്റിനെ സംബന്ധിച്ച് 0.46% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഷാങ്ഹായ് കോമ്പോസൈറ്റ് ആണ് ഒരു നേരിയ ഇടിവ് പ്രകടമാക്കുന്നത്. 0.18% ഒരു ഇടിവോട് കൂടിയിട്ടാണ് ഷാങ്ഹായ് കോമ്പോസൈറ്റ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തായ്വാൻ വെയ്റ്റഡിലും 0.21% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. സ്ട്രെയിറ്റ് ടൈംസും 0.16% ഒരു മുന്നേറ്റത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം US വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വളരെയധികം പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു മുന്നേറ്റം US വിപണിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആഗോള ആഭ്യന്തര വിപണിയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപ് ആദ്യമായിട്ട് തന്നെ നമുക്ക് വിപണി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ US വിപണി അതിന്റെ റാലി തുടരുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 2024 റേറ്റ് കട്ട് എന്നൊരു നയം ഫെഡ് സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ഒരു ആത്മവിശ്വാസം വിപണിയെ സംബന്ധിച്ചൊരു ഊർജ്ജമായിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. S&P 500 ഒരു റെക്കോർഡ് ഹൈയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 0.59% ഒരു നേട്ടത്തോടെ 4768.37 എന്നൊരു ലെവലിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചും 252 പോയിന്റോളം ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഓൾമോസ്റ്റ് 0.68% വർദ്ധിച്ച് 37,557.9 എന്നൊരു ലെവലിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്കിനെ സംബന്ധിച്ച് 2022 ജനുവരിക്ക് ശേഷം ആദ്യമായിട്ട് 10,000 എന്നൊരു ലെവൽ മറികടന്നിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 0.66% ഒരു നേട്ടത്തിൽ 15,003.22 എന്നൊരു ലെവലിലായിരുന്നു നാസ്ഡാക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം ഒരു റാലിയിൽ നിക്ഷേപകർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൂചികകളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും അമേരിക്കൻ മാർക്കറ്റിന്റെ ബോട്ടമിംഗ് ഔട്ട് നടന്നിരിക്കുന്നത് ഒക്ടോബർ 26 ആയിരുന്നു. സോ ഇന്നലെ ഡിസംബർ 19 ആയിരുന്നു. ആൻഡ് ഈ ഒരു ടൈം പീരിയഡിൽ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് നമുക്ക് ഒരു ദിവസം പോലും ഡൗ ജോൺസ് ഇൻഡെക്സിലോ നാസ്ഡാക്ക് ഇൻഡെക്സിലോ കാര്യമായിട്ട് ഒരു കറക്ഷനും നടന്നിട്ടില്ല. സോ തുടർച്ചയായിട്ട് ഇതിപ്പോ 53 ദിവസങ്ങളായി ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തിട്ടോ. നാച്ചുറലി മാർക്കറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. സോ മാർക്കറ്റിന് അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. എങ്കിൽ പോലും നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ കൈവച്ച് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 2 ഇമ്പോർട്ടന്റ് ലെവൽസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 37,600 പോയിന്റ്. ആക്ച്വലി ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലിന്റെ തൊട്ടടുത്തായിരുന്നു. ആൻഡ് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന് ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 300 മുതൽ 350 രൂപയുടെ നേട്ടം നമുക്ക് നൽകാൻ ചാൻസസ് ഉണ്ട്. സോ ദീസ് ടു വിൽ ബി ദ ഇമ്പോർട്ടന്റ് ടാർഗറ്റ് ലെവൽസ് ടു വാച്ച്. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്ക് എഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സിലും നമ്മൾ വലിയൊരു ശക്തമായിട്ട് ഒരു മുന്നേറ്റമായിരുന്നു കണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സ് വന്നിട്ട് 16,800 പോയിന്റ്സിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇറ്റ്സ് സ്റ്റിൽ അനദർ 200-300 പോയിന്റ്സിന്റെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ദി ഫ്രഷ് ബൈങ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കൊമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് റെഡ് സീയിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിന് പിന്നാലേക്ക് ക്രൂഡ് വിലയിൽ കഴിഞ്ഞ ദിവസം ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒരു ചലനം ക്രൂഡ് വിലയിൽ ഇല്ല എന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോഴും ബാരലിന് $78 താഴെ തന്നെയാണ് ക്രൂഡ് വ്യാപാരം ചെയ്യുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത്? സോ ക്രൂഡിന്റെ കേസിൽ ദി ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ബട്ട് ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 5 സെഷൻസിൽ നമ്മൾ ഷോർട്ട് കവറിംഗ് കണ്ടിട്ടുണ്ട്.
ആൻഡ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ $80. $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സി എ ചേഞ്ച് ഇൻ ദ ട്രെൻഡ്. അപ്പൊ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് അവസരം ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം ഗോൾഡ് പ്രൈസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഉയരുന്ന സ്ഥിതിയിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരുന്നു. ട്രഷറി ഈൽഡ് ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതും ഒപ്പം തന്നെ ഡോളർ സൂചികയിൽ 0.4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതുമൊക്കെ ഗോൾഡിനെ സംബന്ധിച്ച് വലിയൊരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. സ്പോട്ട് ഗോൾഡ് 0.6% വർദ്ധിച്ചു ഔൺസിന് $2038.59 എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. സോ സ്വർണത്തെ സംബന്ധിച്ച് നമ്മൾ ഇനി മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So, സ്വർണത്തിന്റെ കേസിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് അഗെയിൻ സ്വർണത്തിന്റെ കേസിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഒരു വളരെ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $2065 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. $2065 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ കേസിൽ $15 മുതൽ $30 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $2025 ആയിരിക്കണം. ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 21,500 എന്നൊരു ലെവൽ കൂടി മറികടന്നിരിക്കുകയാണ്. തുടർന്ന് 21,445 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വോളറ്റൈൽ ആയിട്ടുള്ളൊരു സെഷനായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഒരു നേട്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ബ്രോഡർ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു കണ്ടിരുന്നത്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് BSE സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 42,544 എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ മിഡ് ക്യാപ് സൂചികയെ സംബന്ധിച്ച് 0.3% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ വരും ദിവസങ്ങളിൽ വിപണിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പാകത്തിലുള്ള ഒരു ട്രിഗേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പറയാനുള്ളത്. എങ്കിൽ പോലും മുന്നോട്ടേക്ക് ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്? സോ നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് ഒരു അല്പം ലോസ് ഓഫ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. സോ യൂഷ്വലി ഇത് സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്. ബട്ട് ഇന്നലെ വീണ്ടും നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ശക്തമായിട്ട് ഒരു ക്ലോസ് കാണാൻ വന്നതിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഇന്ത്യൻ മാർക്കറ്റിലും കാര്യമായിട്ട് ഒരു ഇടിവ് വരാനുള്ള ചാൻസസ് കുറവാണ്. എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ലെവൽസ്, ആദ്യത്തെ സപ്പോർട്ടിനായിട്ട് 21,300 പോയിന്റ്, 21,300 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു 400-500 പോയിന്റിന്റെ കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. അതേസമയം ഇന്ന് കറക്ഷൻ നടക്കാതെ തിരിച്ച് നിഫ്റ്റി 50 മുന്നേറാൻ പോകുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 21,510, 21,510 ലെവലിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ വീണ്ടും ഒരു 200 to 350 പോയിന്റ്സ് നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ഇടിവിലേക്ക് വഴിമാറിയിട്ടുണ്ടെങ്കിലും ഇൻട്രാഡേ ലോയിൽ നിന്നും ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 47,871 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ നമുക്കൊരു ചെറിയ തോതിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ തിരിച്ച് നമുക്ക് ഇന്നൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 48,225 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 400 മുതൽ 600 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 47,590 പോയിന്റ് ആയിരിക്കണം. നമ്മൾ ധാരാളം സ്റ്റോക്കുകളെ കുറിച്ച് സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അധികം ഒന്നും സാറിനോട് ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞൊരു 3 വർഷത്തിനിടെ ഒരു മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുള്ള ഒരു ഓഹരിയുണ്ട്. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ ഒരു സ്റ്റോക്കിന്റെ പേര്. കഴിഞ്ഞ ദിവസം വിപണിയിൽ ഒരു 4% നേട്ടത്തോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വർഷത്തിനിടയിൽ ഒരു മികച്ച റിട്ടേൺ ഇതിനോടകം നൽകിയിട്ടുണ്ടായിരുന്നു. വുഡ് പാനുകളൊക്കെ നിർമ്മിക്കുന്ന രാജ്യത്തെ
രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് ഈ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഒരു ലോങ് ടേം വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓഹരിയിലുള്ള സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? കാരണം ഒരു മൾട്ടി ബാഗ് റിട്ടേൺ ഒക്കെ ഈ ഒരു ഓഹരിക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓഹരിയായിട്ട് ഈ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കാൻ സാധിക്കുമോ? So green panel industry is a mid cap or a small cap stock. So ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്, എസ്പെഷ്യലി മാർക്കറ്റ് ഇത്രത്തോളം ഓവർ ഹീറ്റഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ. ബിക്കോസ് ഈ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പിൽ ആക്ടിവിറ്റി കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് 2022 അവസാനത്തോടു കൂടി 625 ആ ഒരു ലെവലിലായിരുന്നു പീക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ത്രൂ ഔട്ട് 2022 വലിയൊരു സെല്ലിംഗ് ആയിരുന്നു സ്റ്റോക്കിൽ സംഭവിച്ചത്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 250 രൂപ വരെ ഈ സ്റ്റോക്കിൽ ഇടിവായിരുന്നു കണ്ടത്. സിൻസ് ദെൻ സ്റ്റോക്കിൽ നമുക്ക് നല്ല കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ സ്റ്റോക്കിൽ വി ഹാവ് സീൻ എ ടേൺ അറൗണ്ട് ഇൻ ദ ഫോർച്യൂൺസ്. So from a pure speculative trading point of view, it's a turnaround story. നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 ലെവൽസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. ആദ്യത്തെ 395, അതിനെ തുടർന്ന് 410 രൂപയും. ആൻഡ് അങ്ങനെ നമ്മൾ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 355 രൂപ. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഡ്രഡ്ജിംഗ് സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ നേവി, ഒപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ കമ്പനി ഒരു സേവനങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. ഓഹരിയുടെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിലും ഒരു സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു ഓഹരി 0.04% നേട്ടത്തിൽ 595 രൂപ നിരക്കിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ റിവ്യൂ എന്താണ്? സോ ഈ ഒരു ഷെയറും കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ ഇൻ എ ബെയറിഷ് ഫേസ്. ഇൻഫാക്ട് 2017 ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് ലെവൽ 925 രൂപയ്ക്ക് അടുത്ത്. ആൻഡ് സിൻസ് ദെൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായിട്ട് ചലനം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഒരു വർഷം ഗ്രാജുവൽ ആയിട്ട് വളരെ സൈലന്റ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഈ കമ്പനിയിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യണം. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗേഴ്സ് കാണുന്നത് 619 രൂപ. 619ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ആദ്യം തന്നെ 660 രൂപയായിരിക്കും അതിന്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതിനെ തുടർന്ന് 680, അതിനെ തുടർന്ന് 700 രൂപയും. ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയാണ് പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അർബൻ മേഖലയിലൊക്കെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണിത്. ഒരു സ്മോൾ ക്യാപ് കമ്പനി കൂടിയാണ്. ഈ വർഷം തുടക്കത്തിൽ 13 രൂപ റേഞ്ചിലൊക്കെ ഒരു വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന ഓഹരി ഓൾമോസ്റ്റ് ഒരു 69 രൂപ വരെ ഉയരുന്നൊരു സ്ഥിതി ഈ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വളരെയധികം പൊട്ടൻഷ്യൽ ഒരു മേഖല കൂടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖല എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ ഒരു കമ്പനിയിലെ മുന്നോട്ടേക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഈ ഒരു ഓഹരി സാറിന്റെ ഒരു വ്യൂ എന്താണ്? കൈവശമുള്ള ഒരു നിക്ഷേപകർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ പറഞ്ഞത് വളരെ ശരിയാ. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ഒത്തിരി സ്പെക്യുലേഷൻ നടക്കുന്ന ഒരു സ്റ്റോക്ക് പട്ടേൽ എഞ്ചിനീയറിംഗ്. ആൻഡ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് വി ആർ സീയിങ് സം പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ സ്റ്റോക്കിൽ പ്യുവർ സ്പെക്യുലേഷന് വേണ്ടി ട്രേഡിങ്ങിന് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ ആദ്യത്തെ 67 രൂപ. 67 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 72 രൂപ, അതിനെ തുടർന്ന് 75 രൂപയും, അതിനെ തുടർന്ന് 83 രൂപയും.
ഒപ്പം തന്നെ മറ്റൊരു കമ്പനി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെറ്റ്വെബ് ടെക്നോളജീസ്. നെറ്റ്വെബ് ടെക്നോളജീസ് ഈ ഒരു റീസെൻ്റ്ലി ആയിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ AI ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനും മറ്റുമായിട്ട് അമേരിക്കൻ ചിപ്പ് നിർമ്മാണ ഭീമനായിട്ടുള്ള NVIDIAയുമായിട്ട് സഹകരണമൊക്കെ തന്നെ ഈ അടുത്ത് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു 90% പ്രീമിയത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് NSE ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 947 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് തുടർന്ന് 1310 രൂപ വരെ ഓഹരി ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2% നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ പറഞ്ഞതുപോലെ ഇത് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് ഉണ്ടായിരുന്നു. അറൌണ്ട് 730 രൂപയ്ക്ക് എടുത്ത് ഈ സ്റ്റോക്ക് ബോട്ടമിംഗ് ഔട്ട് നടത്തി ഒക്ടോബർ അവസാനത്തോടു കൂടി. ആൻഡ് സിൻസ് ദെൻ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അറൌണ്ട് 1310. കഴിഞ്ഞ 3 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി എത്രത്തോളം ഈ സ്റ്റോക്കിൽ കറക്ഷൻ നടക്കുമെന്ന്. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 1120 മുതൽ 1160 ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ലോ റിസ്കിൽ ബൈയിങ് അവസരം ലഭിക്കും. ബട്ട് അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ബിസിനസ്സും ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ചും സ്റ്റഡി ചെയ്യുക. മറ്റൊരു ന്യൂ ഏജ് കമ്പനിയെ കുറിച്ച് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2020 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു SME കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ന്യൂ ജൈസ ടെക്നോളജീസ് ലിമിറ്റഡിനെ കുറിച്ചാണ് ഇനി ചോദിക്കുന്നത്. ഒക്ടോബറിലാണ് ഈ ഒരു ഓഹരിയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 51% പ്രീമിയത്തോടു കൂടിയിട്ടായിരുന്നു NSE ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 67 രൂപയിൽ നിന്നും 175 രൂപയിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതി ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 158 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് മുന്നോട്ട് ഒരു ട്രെൻഡ് എന്താണെന്നാണ് സാർ വിലയിരുത്തുന്നത്? പ്രിയ, ഈ കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? ന്യൂ ജൈസ ടെക്നോളജീസ് ലിമിറ്റഡ്. സോ ന്യൂ ജൈസ ടെക്നോളജീസും അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇത് BSE ട്രേഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് ട്രേഡഡ് ഓൺലി ഓൺ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ന്യൂ ജൈസ ടെക്നോളജീസ് ലിസ്റ്റ് ചെയ്തത് ഒക്ടോബർ അവസാനത്തോടു കൂടിയായിരുന്നു. ആൻഡ് ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ലിസ്റ്റഡ് അറൌണ്ട് 70 റുപ്പീസ്. സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് വോള്യൂം ഒന്നും തന്നെ കാണുന്നില്ല. ആൻഡ് ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് നിലവിൽ അറൌണ്ട് 160 രൂപയ്ക്ക് അടുത്താണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് എഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു ഫസ്റ്റ് സ്റ്റഡി ദ ഫൈനാൻഷ്യൽസ് ഓഫ് ദ കമ്പനി. ഈ സ്റ്റോക്കിന്റെ ഒരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നത് 161 രൂപ 40 പൈസയിലാണ്. 161.40 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 173 രൂപ. 173ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് 178 രൂപ വരെ നമുക്ക് നേട്ടം നൽകാൻ ചാൻസ് കാണുന്നു.